ചെറുപ്പത്തിൽ സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്നൊരു കോളമുണ്ട്. നീ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, അതോ മുസ്ലിമാണോ? അന്നത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഒരു മതിലിന്റെ പണി തുടങ്ങുകയായിരുന്നു. ജൂലൈ 30, 2024. അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു മഴ പെയ്തു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? സന്തോഷത്തോടെ ഞങ്ങൾ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാൽ മഴയുടെ മട്ട് മാറിയെന്ന് മനസ്സിലാക്കിയ ഞാൻ പേടിച്ചോടി വീട്ടിലേക്ക് കയറി. എന്നാൽ അങ്ങനെ വിടാൻ ഭാവമില്ലായിരുന്നു. എവിടുന്നൊക്കെയോ ഭീകരമായ ശബ്ദങ്ങൾ, അലർച്ചകൾ. വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് കയറാൻ തുടങ്ങി. എന്റെ അച്ഛനെയും അമ്മയെയും കൂരിരുട്ടിൽ ഞാൻ പരന്നു. അനിയത്തിക്കുട്ടിയുടെ കരച്ചിൽ ഇടതടവില്ലാതെ ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. നെഞ്ചൊപ്പം വരെ വെള്ളം, കാൽ നിലത്ത് പറിക്കാൻ പോലും ആവാത്ത വിധം ചെടിയിൽ പൊതിഞ്ഞു നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. അന്ന് അവിടെ വച്ച് ജീവിതത്തിൽ ആദ്യമായി ഞാൻ കാഴ്ച കണ്ടു. പണക്കാരൻ, പാവപ്പെട്ടവൻ, താണ ജാതി, കൂടിയ ജാതി, ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാം നിലവിളിക്ക് ഒരേ സ്വരം. വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്ന് ഉറപ്പിച്ചു. സ്വയം തോൽവി സമ്മതിച്ചു. കൈകൾ ചേർത്ത് പിടിച്ച്, കണ്ണുകൾ ഇറുക്കിയടച്ച് ഞങ്ങൾ മരണത്തെ കാത്തു. ആരോ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ കണ്ണുകൾ തുറന്നത്. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങളുടെ നേരെ നീണ്ട ആ കൈകൾ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസൽമാന്റെയോ അല്ല, ഇടതിന്റെയോ വലതിന്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതോ അല്ല, മറിച്ച് മനുഷ്യന് നേരെ നിൽക്കുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന ആ കൈകൾ കറുത്തതാണോ വെളുത്തതാണോ എന്ന് ഞാൻ നോക്കിയില്ല. പക്ഷേ ആ കൈകൾക്ക് സ്വന്തം കുടുംബമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. നന്ദി പറയാൻ ഇനിയുമുണ്ട്. അതിർത്തി കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5-5 സ്ക്രീനുകൾ കൺട്രോൾ റൂമുകളാക്കിയ പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കകൾ പോലും ഞങ്ങൾക്കായി പൊട്ടിച്ച കുരുന്നുകൾക്ക്, വണ്ടിപ്രാന്തന്മാർ എന്ന് വിളിച്ച് പെറ്റിയടിച്ച് വീട്ടിലേക്ക് വിടുന്ന ഓഫ് റോഡ് റൈഡേഴ്സിന്, മുണ്ടു മടക്കിക്കുത്തി മണ്ണിലിറങ്ങിയ ഞങ്ങളുടെ താരങ്ങൾക്ക്, എല്ലാത്തിനുമുപരി ഈ ദുരന്തം മരണത്തിന് തൊട്ടു മുൻപ് ലോകത്തെ അറിയിച്ച ഞങ്ങളുടെ ചേച്ചി നീതുവിന്, നെഞ്ചു വിരിച്ചു നിന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, KSCBക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരന്തത്തെ നേരിട്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ചത്. ഞങ്ങളിൽ പലർക്കും ഉറ്റവരും ഉടയവരും പോയി. പക്ഷെ ഞങ്ങൾക്കറിയില്ല. കാരണം ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും ആ മതിലില്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ആ മതില് പണിയാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. ഈ ഒരു സത്യചിന്തയോടെയാവട്ടെ ഗൈഡൻസിലെ ഈ വർഷത്തെ വാർഷികാഘോഷത്തിൽ തുടങ്ങും. എല്ലാവർക്കും കലാരവം 2K25ലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ എന്തും അതിജീവിക്കും, ഒറ്റക്കെട്ടായി നിന്ന്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാട്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല.